ഹലോ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ 3 ട്രാൻസാക്ഷൻ്റെ ജാൻ 25-ൻ്റെ RTP ആണ്. അപ്പോൾ ഈ നമ്മൾ കഴിഞ്ഞ 2 അറ്റംപ്റ്റിൻ്റെയും RTPയുടെ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. MCQ ഡിസ്കഷനാണ്, കാരണം MCQ ആൻസേഴ്സ് ഉണ്ടാവില്ല, ഫൈനൽ ആൻസർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളോട് ചെയ്യുന്നത്. അപ്പോൾ ജാൻ 25 എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരും കഴിഞ്ഞ 2 RTP നിങ്ങൾക്ക് റെലവൻ്റ് ആണ്. മെയ്യുടെയും സെപ്റ്റംബറിൻ്റെയും ആ 2 RTPയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം. ഈ RTPയും ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം. എല്ലാ തവണത്തെ പോലെയും ഇത്തവണത്തെ RTPയും അത്യാവശ്യം ചാലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടുന്നില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും വിചാരിക്കേണ്ട. അത്യാവശ്യം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ചാലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ICAI ഇത്തവണയും RTPയിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ഫസ്റ്റ് ടൈം ചെയ്യാൻ പറ്റിയാൽ അടിപൊളിയാണ്. ഇനി ഫസ്റ്റ് ടൈം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ ട്രൈ ചെയ്യുക, വീഡിയോസ് കാണുക. ഈ വീഡിയോ നിങ്ങൾക്കത് ഉപകാരമാവും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തവണ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങൾ പ്രീവിയസ് 2 അറ്റംപ്റ്റിൻ്റെ RTP ഡിസ്കഷൻ ഉണ്ട്, ഇതുപോലെ MCQ ഇതുണ്ട്, അതും കൂടെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. സോ ഇതിൽ ഫസ്റ്റത്തെ ഈ ഒരു പാർട്ട് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. ഈ ഒരു പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതിൽ കുറച്ച് അറ്റംപ്റ്റ് എടുത്തിട്ട് കുട്ടികളുണ്ടെങ്കിൽ അവരെന്തായാലും ശ്രദ്ധിക്കണം. സോ ജാൻ 25 നമുക്ക് ആപ്ലിക്കബിൾ ആയിരിക്കുന്ന ഫൈനാൻസ് ആക്ട് എന്ന് പറയുന്നത് ഫൈനാൻസ് ആക്ട് 2023 ആണ്. നോട്ടിഫിക്കേഷൻ സർക്കുലർസ് ഇഷ്യൂഡ് അപ് ടു 13th June 2024 വരെ നമുക്ക് ആപ്ലിക്കബിൾ ആണ്. ഈ എക്സാംസിന് 13th June 2024 വരെയുള്ള നോട്ടിഫിക്കേഷൻ ആപ്ലിക്കബിൾ ആണ്, ശ്രദ്ധിച്ചോണേടാ. ദെൻ അസസ്മെൻറ്റ് ഇയർ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, 2024-25 ആണ്. സോ പ്രീവിയസ് ഇയർ 2023-24 ആയിരിക്കും. സ്റ്റഡി മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത്, കാരണം കൺഫ്യൂസ്ഡ് ആവരുത്. പല ആളുകളും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സാറേ നമുക്ക് പുതിയ അമെൻമെൻറ്റുകൾ വരുമോ അതോ പുതിയ ടെക്സ്റ്റ് ആയിരിക്കുമോ? ഇല്ല, അസസ്മെൻറ്റ് ഇയർ മാറിയിട്ടില്ല. നിങ്ങൾ June 23 എഡിഷൻ ആണ് നോക്കേണ്ടത്. June 23 എഡിഷൻ ആണ്. അവിടെ നോക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ 13th April 2023 വരെയുള്ള അമെൻമെൻറ്റ് ടെക്സ്റ്റിൽ ഉണ്ടാവുള്ളൂ. അതിനുശേഷവും നമുക്ക് 13th June വരെയുള്ള അമെൻമെൻറ്റുകൾ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഇറക്കിയിട്ടുണ്ട്. കുറച്ച് പേജേ ഉള്ളൂ, 36 പേജസേ ഉള്ളൂ. റെലവൻ്റ് ആയിട്ട് വരുന്നത് വളരെ കുറച്ച് പേജസേ ഉള്ളൂ. അതിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യുക. ഏതൊക്കെ ഏരിയയിലാണ് അമെൻമെൻറ്റ് വന്നിട്ടുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ RTPയിൽ അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. RTPയിൽ വളരെ കൃത്യമായിട്ടുണ്ട് അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒരു വട്ടമെങ്കിലും അത് എന്താണ് സംഭവം നോക്കിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. പിന്നെ ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുമ്പോഴും ഇതിൽ അമെൻഡഡ് വേർഷൻ ആപ്ലിക്കബിൾ ആണോ, അമെൻഡഡ് സെക്ഷൻ അല്ലെങ്കിൽ അമെൻഡഡ് സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സിൽ വരുന്ന പാർട്ടാണോ എന്നും കൂടെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. അപ്പോൾ അമെൻമെൻറ്റിലൂടെ നിങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ ഞാൻ ഇവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് കേസ് സിനാരിയോ മാത്രമായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, കേസ് സിനാരിയോയിലോട്ട് കടക്കാം എന്നുള്ളതാണ് പറയുന്നത്. സോ കേസ് സിനാരിയോ ഫസ്റ്റ് നിങ്ങളൊന്ന് വായിക്കുക എന്നുള്ളതാണ്. ഞാൻ ഫുള്ളി വായിച്ചു പോകുന്നില്ല. ഇതിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കേസ് സിനാരിയോ ഒന്ന് ഗോ ത്രൂ ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലോട്ട് കിടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് കേസ് സിനാരിയോ നിങ്ങൾ വായിക്കണം കേട്ടോ. നിങ്ങൾ വായിച്ചിട്ട് വേണം വരാൻ. അതിൻ്റെ കേസ് സിനാരിയോയുടെ സമ്മറി എന്ന് പറഞ്ഞത്രയാണ്. സാഗർ LLP എന്നുള്ളൊരു LLP ഉണ്ട്. അവരുടെ പണി എന്ന് പറയുന്നത്, അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് മാനുഫാക്ചർ ഓഫ് ടെക്സ്റ്റൈൽസ് ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, SCZ ആണ്. സോ 10AA കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കേസ് സിനാരിയോ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഫൈനാൻഷ്യൽ ഇയർ 2018-19 18-19 യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ ഇത്തരം പോയിന്റ്സുകളാണ് നിങ്ങളതിന് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഫൈനാൻഷ്യൽ 23-24 പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, സെയിൽസിൻ്റെ ബ്രേക്കപ്പ് തന്നിട്ടുണ്ട് അല്ലേ. പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, സെയിൽസിൻ്റെ ബ്രേക്കപ്പും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ പാർട്ട്നേഴ്സിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇതിൽ ആരൊക്കെയാണ് വർക്കിംഗ് പാർട്ട്നേഴ്സ് തന്നിട്ടുണ്ട്, റെമ്യൂണറേഷൻ എത്രയാണ് പേ ചെയ്തതെന്ന് തന്നിട്ടുണ്ട്. ഇത്രയാണ് അതിലുള്ളത്. ദെൻ ഗണേഷ് എന്നുള്ള ഒരാളുടെ സ്പെസിഫിക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അയാളുടെ സെക്ഷൻ 35 കൂട്ടി പറഞ്ഞിട്ടുണ്ട്. ദെൻ ടാക്സ് കമ്പ്യൂട്ടേഷനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അയാളുടെ വെയർ ഹൗസിംഗ് ഫെസിലിറ്റി എന്നുള്ള സെക്ഷൻ 35 AD വരുന്ന ബിസിനസ് ആണ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് കേസ് സിനാരിയോയുടെ ഒരു സമ്മറി. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് റീഡിങ്ങിൽ മനസ്സിലാവേണ്ടത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കുക. എന്തൊക്കെയാണ്, LLP ആണ്, മാനുഫാക്ചറിങ് ആണ്, SCZ 10AA ഡിഡക്ഷൻ എലിജിബിൾ ആണ്, 18-19 യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ പ്രോഫിറ്റ്, ആ യൂണിറ്റിൻ്റെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ ബ്രേക്കപ്പ് തന്നിട്ടുണ്ട്, സെയിൽസിൻ്റെ ബ്രേക്കപ്പ് തന്നിട്ടുണ്ട്. ഇത്രയാണ് ആ ഒരു ഇതിന്. പിന്നെ പാർട്ട്നേഴ്സിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണ് വർക്കിംഗ് പാർട്ട്നേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ. ഇത് നിങ്ങൾക്ക് കേസ് സിനാരിയോ വായിച്ചിട്ട് നിങ്ങൾക്കത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റണം. ആ രീതിയിലായിരിക്കണം നിങ്ങൾ ആ കേസ് സിനാരിയോ വായിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്,
what is the amount of remuneration allowable as deduction to the LLP for assessment year 24-25 under the head PGBP? അല്ലേ, what is the amount of deduction remuneration allowable? അപ്പോൾ allowable remuneration നമുക്കറിയാം ഏതാണ് സെക്ഷൻ എന്ന് അറിയാം. സോ what is the amount of remuneration allowable as deduction to the LLP for assessment year 24-25 under the head PGBP എന്നാണ്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലോട്ട് വരേണ്ടത്, ഒന്ന് PGBP ഫോർ സെക്ഷൻ 40B ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പേജ് നമ്പർ ടെക്സ്റ്റിൽ 3.260 ആണെന്ന് പോയി നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിഞ്ഞിരിക്കണം ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ. ദെൻ അലോവബിൾ റെമ്യൂണറേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ദെൻ ചെക്ക് വെദർ ദീസ് പോർഷൻ ആർ കവേർഡ് അണ്ടർ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ്. അത് നമ്മൾ ഓരോ ക്വസ്റ്റ്യനിലും നോക്കണം. ഇത്തവണ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ് കവർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേഷനിൽ ഇത് കവർ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ടെക്സ്റ്റിലെ കാര്യങ്ങൾ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ബുക്ക് പ്രോഫിറ്റ് ആണ്. ബുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? PGBP പ്രോഫിറ്റ് അല്ലേ, അതിലോട്ട് എന്ത് ആഡ് ബാക്ക് ചെയ്യണം? PGBP പ്രോഫിറ്റ് അതിലോട്ട് എന്ത് ആഡ് ബാക്ക് ചെയ്യണം? റെമ്യൂണറേഷൻ ആൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. ദെൻ വർക്കിംഗ് പാർട്ട്ണർ ആരാന്നുള്ളത് വേണം. വർക്കിംഗ് പാർട്ട്ണർ അല്ലാത്ത ആളുകൾക്ക് റെമ്യൂണറേഷൻ കൊടുക്കാൻ പറ്റില്ല, അത് അലോ ചെയ്യൂല സെക്ഷൻ 40B എന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ഇവിടെ വേറൊരു കൺഫ്യൂഷൻ ഉള്ളത്, 10AA ഡിഡക്ഷൻ കഴിഞ്ഞിട്ട് വേണോ ഇത് കൺസിഡർ ചെയ്യാൻ? അല്ല, PGBP ആണ്. PGBP 10AA ഡിഡക്ഷൻസ് ആണ്. അപ്പോൾ PGBPയുടെ പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട്, 58 lakhs ആണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ 3 പാർട്ട്നേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 lakh പെർ മന്ത് ഫ്രം LLP എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് ആൾറെഡി പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 lakh × 12 ഇത് പറഞ്ഞിട്ടുണ്ട്. ദെൻ അതാണ് ഡീഡിൽ പറഞ്ഞിട്ടുള്ളത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ള കാര്യങ്ങൾ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ 3 പാർട്ട്നേഴ്സ് ഉണ്ട്. ശ്യാമും ഗണേഷും രാമുമാണ്. അതിൽ രാമും ശ്യാമുമാണ് വർക്കിംഗ് പാർട്ട്നേഴ്സ്. അതായത് 2 പേരെ വർക്കിംഗ് പാർട്ട്ണർ ഉള്ളൂ, ഒരാൾ വർക്കിംഗ് പാർട്ട്ണർ അല്ല എന്നുള്ളൊരു പ്രൊവിഷൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആദ്യം നിങ്ങൾ ഈ പ്രൊവിഷൻസ് നിങ്ങൾക്ക് അറിയാം അല്ലേ, ഈ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ അതിൽ ആദ്യം പ്രോഫിറ്റ് എടുക്കുക, ദെൻ ആൾറെഡി കൊടുത്തിട്ടുള്ള റെമ്യൂണറേഷൻ അത് കൊടുത്തിട്ടുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്, അത് ആഡ് ബാക്ക് ചെയ്യുക. എന്തൊക്കെ ആഡ് ബാക്ക് ചെയ്യേണ്ടത്? 1 lakh × 3 × 12 3 പേർക്കും 1 ലക്ഷം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. സോ 36 lakh ആഡ് ബാക്ക് ചെയ്യണം. നമുക്ക് എത്ര കിട്ടും? 94 lakhs കിട്ടും. 94 lakhs കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം. എങ്ങനെയാണ് ബുക്ക് പ്രോഫിറ്റിൻ്റെ പുറത്ത് നമുക്ക് ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ ആദ്യത്തെ 3 ലക്ഷത്തിന് 90% ബാലൻസിന് എത്രയാണ്? 60% ആണ് അല്ലേ. ബാലൻസിന് 60% ആണ്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ നോക്കണം, ദിസ് വൺ ഓർ ഡീഡിൽ പറഞ്ഞിരിക്കുന്നത് വിച്ച് എവർ ഈസ് ലെസ് അല്ലേ. വർക്കിംഗ് പാർട്ട്ണറിന് ഡീഡിൽ എത്രയാണോ പറഞ്ഞിരിക്കുന്നത് വിച്ച് എവർ ഈസ് ലെസ് അത് ഓർത്തോളണം. അപ്പോൾ ഇവിടെ ബുക്ക് പ്രോഫിറ്റ് കിട്ടി. സോ ബുക്ക് പ്രോഫിറ്റിൻ്റെ പുറത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 2.7 lakhs ആണ് 3 ലക്ഷത്തിൻ്റെ 90%, പിന്നെ 91 ലക്ഷം ഉണ്ടാവും ബാക്കി, അതിൻ്റെ 60%. അപ്പോൾ എത്ര കിട്ടും? 57.30 അല്ലേ, 57.3 lakhs ഓർ 24 lakhs വിച്ച് എവർ ഈസ് ലെസ് അല്ലേ. നമുക്ക് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ 57.3 lakhs ഉണ്ടാവും ഇല്ലേ. 57.3 lakhs ഉണ്ട്. വേഗം പോയിട്ട് അത് എന്ത് ചെയ്യരുത്, ശരിയാണെന്ന് വിചാരിക്കരുത്. വളരെ കൃത്യമായിട്ട് തന്നെ നോക്കണം. ഇവിടെ റെമ്യൂണറേഷൻ അല്ലേ, നമ്മുടെ കമ്പ്യൂട്ടേഷൻ പ്രകാരം 57.3 lakhs ഉണ്ടെങ്കിൽ പോലും ആസ് പെർ ദ ഡീഡ് വർക്കിംഗ് പാർട്ട്നേഴ്സിന് 1 lakh പെർ മന്ത് ആണ്. 2 പേരുണ്ട്. അപ്പോൾ 24 ലക്ഷമേ മാക്സിമം പറ്റുള്ളൂ. വിച്ച് എവർ ഈസ് ലെസ് ആണ്. സോ വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ്? D 24 lakhs. ക്ലിയർ ആണല്ലോ അത്. സോ ക്വസ്റ്റ്യൻ 1 ക്ലിയർ ആണല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്യുക, എന്നിട്ട് ആൻസർ ശരിയാവുന്നുണ്ടോ നോക്കുക. തെറ്റിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. നമുക്കിപ്പോൾ കറക്റ്റ് ചെയ്യാനുള്ള സമയം തന്നെയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2 വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ LLPയുടെ 10AA ഡിഡക്ഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ മിസ്റ്റർ ഗണേഷിൻ്റെ 35 AD കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 2 റിക്വയർമെൻ്റ് ആണ് ഈ ക്വസ്റ്റ്യനിലുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ അറിയേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും സെക്ഷൻ 35 AD അറിയണം, ദെൻ 10AA ഡിഡക്ഷൻസ് അറിയണം അല്ലേ.
അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്കറിയാം SEZ യൂണിറ്റ് ആണ് 10AA ഡിഡക്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ 10AA ഡിഡക്ഷൻ്റെ പ്രൊവിഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. 10AA ഡിഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പേജ് നമ്പർ 6.7, ഞാൻ ടെക്സ്റ്റിലെ റെഫറൻസ് ആണ് കൊടുക്കുന്നത്, പേജ് നമ്പർ 6.77 ഒന്നും കൂടി എടുത്ത് വായിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അത് ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. എന്നിട്ട് ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ SEZൻ്റെ ഡിഡക്ഷൻ 10AA നമുക്ക് അറിഞ്ഞിരിക്കണം. ദെൻ LLP എലിജിബിൾ ആണ്, അവിടെ വായിക്കുന്നത് കൃത്യമായിട്ടും LLP 10AA ഡിഡക്ഷൻ എലിജിബിൾ ആണ്. ദെൻ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ ആണ് 2018-19 ആണ്. നമുക്കറിയാം 10AA ഡിഡക്ഷനിൽ ആദ്യത്തെ 5 ഇയേഴ്സ് ആണെങ്കിൽ 100%, നെക്സ്റ്റ് 5 ഇയേഴ്സ് ആണെങ്കിൽ 50%, നെക്സ്റ്റ് 5 ഇയേഴ്സ് ആണെങ്കിൽ 50% സബ്ജക്ട് ടു ട്രാൻസ്ഫർ ടു റിസർവ് ആണ് അല്ലേ. ആ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്താലേ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഏത് ഇയർ ആണ്? 18-19 ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ 18-19, 19-20, 20-21, 21-22, 22-23, 23-24 അല്ലേ, ഇതാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ. സോ 6th ഇയർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടുള്ളൂ? 50% ഓഫ് എക്സ്പോർട്ട് പ്രോഫിറ്റ് ആയിരിക്കും നമുക്കിവിടെ ഡിഡക്ഷൻ 10AA കിട്ടുക എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലായിരിക്കണം. പിന്നെ ഈസിയാണ്, കാരണം നമ്മൾ നേരത്തെ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ്. പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ 10AA എടുത്തിട്ട് 58 lakhs, നമ്മൾ റെമുനറേഷൻ ആഡ് ബാക്ക് ചെയ്തു 36, സോ ടോട്ടൽ 94 lakhs. ആ 94 lakhs നിന്നും കഴിഞ്ഞ തവണ എടുത്തു. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ തെറ്റിയാൽ ഇവിടെയും തെറ്റും അല്ലേ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനും തെറ്റും. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് 24 lakhs ആണ് അലോവബിൾ റെമുനറേഷൻ. ബാക്കി എത്രയുണ്ട്? 70 lakhs ഉണ്ട്. ഈ 70 lakhs ഇൻറ്റു എക്സ്പോർട്ട് ടേൺ ഓവർ 100 lakhs ആണ് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ. എക്സ്പോർട്ട് ടേൺ ഓവർ എത്രയാണെന്നുള്ളത് അല്ലേ. ദെൻ ഡൊമസ്റ്റിക് ടേൺ ഓവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എക്സ്പോർട്ട് ടേൺ ഓവർ ഡിവൈഡ് ബൈ ടോട്ടൽ ടേൺ ഓവർ ആണ് അല്ലേ. അപ്പോൾ 100 ഡിവൈഡ് ബൈ 160 ഇൻറ്റു 70 lakhs ഇൻറ്റു 50%. എന്തുകൊണ്ടാണ് 50%? 6th ഇയർ ആണ്. സോ നമുക്ക് അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവും. സോ വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ് ഇത്. 21,87,500 അതായത് 10AA യുടെ പാർട്ട് വലിയ കുഴപ്പമില്ല, നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും 36. ഇപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. ബിയിലും 21,87,500 ഉണ്ട്. ഓക്കെ ഫൈൻ. ദെൻ ഇതും തെറ്റാണ്. അപ്പോൾ BO/DO ആണ് നമ്മുടെ ആൻസർ. കാരണം അവിടെ രണ്ടിലും 21,87,500 ഉണ്ട്. പക്ഷേ 35AD ബിയുടെ കേസിൽ 60 lakhs ആണ്, ഡിയുടെ കേസിൽ 90 lakhs ആണ്. അപ്പോൾ നമുക്ക് ഇനി കിട്ടേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 35AD ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഇവിടെ പറയുന്നുണ്ട് എന്താണ്. അപ്പാർട്ട് ഫ്രം മിസ്റ്റർ ഗണേഷ് എംപ്ലോയ് ചെയ്യുന്നുണ്ട്, അയാൾ 35. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റെസ്പെക്ട് വെയർ ഹൗസ് അമൗണ്ട് ടു 90 lakhs ഉണ്ട്. അതിൽ കോസ്റ്റ് ഓഫ് ലാൻഡ് എത്രയുണ്ട്? 30 lakhs ഉണ്ട്. നമുക്കറിയാം 35ADയിൽ കോസ്റ്റ് ഓഫ് ലാൻഡ് ഡിഡക്ഷൻ കിട്ടൂല, അങ്ങനെയല്ലേ. കോസ്റ്റ് ഓഫ് ലാൻഡ് നമുക്ക് ഡിഡക്ഷൻ പെർമിസിബിൾ ആണോ? അല്ല. അപ്പോൾ 90 - 30 60 lakhs നമുക്ക് ഡിഡക്ഷൻ കിട്ടുള്ളൂ. സോ ഇത് കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്, പ്രൊവൈഡഡ് നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ. ഈ 24 lakhs നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്താൽ പിന്നെ ഇത് വലിയ കുഴപ്പമില്ലാത്ത ഒരു ഏരിയ ആണ്. സെക്ഷൻ 35AD നമ്മൾ വെയർ ഹൗസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 90 lakhs ആണ്, പക്ഷേ ലാൻഡിൻ്റെ 30 lakhs കുറക്കണം. ബാക്കി എത്രയുണ്ട്? 60 lakhs. സോ ഡിഡക്ഷൻ സെക്ഷൻ 35AD എത്രയാണ്? 60 lakhs ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏത് ഓപ്ഷൻസ് ആണ് കറക്റ്റായിട്ട് കിട്ടുക? 21,87,500 ദെൻ 60 lakhs. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി അല്ല. ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3ൽ നമുക്ക് ഇപ്പോഴത്തെ കാര്യങ്ങൾ വല്ലാതെ സിനാരിയോ ഒന്നും എടുക്കാനൊന്നുമില്ല, നമുക്ക് കമ്പ്യൂട്ടേഷൻ അറിയണം എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ റിക്വയർമെൻറ്റ് എന്താണ്? റെഗുലർ പ്രൊവിഷൻ പ്രകാരം എന്ത് ചെയ്യാം? മിസ്റ്റർ ഗണേഷിൻ്റെ ടോട്ടൽ ഇൻകം കാണാനാണ്. സോ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഇവിടെ ഉണ്ട്. ഒന്ന്, അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഒരു എംപ്ലോയി 80,000 പെർ മന്തിന് 30/9/2023 വരെ അയാൾ ജോലി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അയാൾ 35AD ആപ്ലിക്കബിൾ ആവുന്ന ഒരു വെയർ ഹൗസിംഗ് ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അയാളുടെ കുറച്ച് ഡിഡക്ഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഈ 3 ഡീറ്റെയിൽസേ ഉള്ളൂ. അപ്പോൾ ഈ 3 ഡീറ്റെയിൽസും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? റെഗുലർ പ്രൊവിഷൻ പ്രകാരം അയാളുടെ ഇൻകം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റണം. ഇത്രയേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ്. ബാക്കി അപ്പോൾ നമ്മൾ കഴിഞ്ഞ കമ്പ്യൂട്ടേഷൻസ് എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് വലിയ കുഴപ്പമില്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും എന്നുള്ളത് ഓർത്തോളണം. പിന്നെ സാലറിയുടെ കേസിൽ 80,000 ആണ്, പക്ഷേ 6 months ആണ്, 12 months എടുക്കരുത്. കാരണം 39 അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്?
അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ട്. സോ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 6 മന്ത്സേ ഉള്ളൂ. അവിടെ നിങ്ങൾ മണ്ടത്തരം പറ്റരുത്. ദെൻ 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എടുക്കാൻ മറക്കരുത്. സോ യു വിൽ ഗെറ്റ് 4,30,000. നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഞാനിവിടെ ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ദെൻ പി ജി പിയുടെ കേസിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ഇൻകം പറഞ്ഞിട്ടുണ്ട്. 110 lakhs ആണ് അയാളുടെ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കഴിഞ്ഞ തവണ തന്നെ ഡിഡക്ഷൻസ് കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ പി ജി പി എത്രയായിരിക്കും? 50 lakhs ആയിരിക്കും. സോ ടോട്ടൽ ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടാൻ വലിയ പ്രയാസമില്ല. 50 lakhs പ്ലസ് ഫ്രം പി ജി ബി പി, ദെൻ 4,30,000 ഫ്രം സാലറി. രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ദാറ്റ് ഈസ് 54,30,000 ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇനിയുള്ളത് ഡിഡക്ഷൻസാണ്. ഡിഡക്ഷൻസിൻ്റെ കുറിച്ച് ഉള്ള പാരഗ്രാഫിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഹി പേസ് എ ലംസം പ്രീമിയം 90,000 ടുവാർഡ്സ് ഹെൽത്ത് ഇൻഷുറൻസ് ഫോർ സെൽഫ് ആൻഡ് ഹിസ് വൈഫ് ഏജ് 43 years. അപ്പോൾ നമുക്കറിയാം 2 ലെഗാണ് സെക്ഷൻ 80D-ലുള്ളത്. ഒന്ന് സെൽഫ്, സ്പൗസ് അല്ലേ, ചിൽഡ്രൻ, ദെൻ പാരൻസ്. കറക്റ്റ് അല്ലേ? സെൽഫ്, സ്പൗസ്, ദെൻ പാരൻസ്. സെൽഫ് സ്പൗസിൻ്റെ കേസിൽ 25,000 ആണ് 60 years താഴെ മാക്സിമം കിട്ടുക. അപ്പോൾ ആ ലെഗ് മാത്രമേ ഇവിടെ നോക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ 60 years മുകളിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. കാരണം 43 years ആണ് വൈഫിനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? മാക്സിമം എത്രയേ കിട്ടുള്ളൂ? 25,000 കിട്ടുള്ളൂ. ഇനിയുള്ള പ്രശ്നം എന്താ? ഇതിൽ 90,000 പേ ചെയ്ത് 36 monthsന്, അതാണ് ഇതിലത്തെ പോയിന്റ്. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നമുക്ക് തെറ്റ് വരുത്താൻ സാധ്യതയുള്ള ഒരു പോയിന്റ് അതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തും അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ ആയിട്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ 36 months എന്നുമ്പോൾ നിങ്ങൾ ഡിവൈഡ് ബൈ 3 എടുക്കരുത്. കാരണം ഇത് എടുത്ത ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 110 അടുത്ത്. സോ 110 എന്ന് പറയുമ്പോൾ അല്ലേ, നോക്കുമ്പോൾ നമുക്ക് 4 വർഷം വരൂലേടാ. ഒരു വർഷം എത്രയാണോ പ്രീമിയം പേ ചെയ്തത് അതിനാണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുക. കറക്റ്റ് അല്ലേ? ഒരു വർഷത്തിന് വേണ്ടി അടച്ച പ്രീമിയത്തിനാണ് കിട്ടുക. അപ്പോൾ അത് ഒന്നിൽ കൂടുതൽ വർഷത്തിലോട്ടുണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ 110-23 ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നും 36 months ആകുമ്പോൾ 23-24 വരും, 24-25 വരും, 25-26 വരും, 26-27 വരും, 4 years വരും അല്ലേ. സോ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുക 90 divided by 4 or 25,000 whichever is less ആണ്. ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ദെൻ ആൾസോ കോൺട്രിബ്യൂട്ട് 150,000 ടുവാർഡ്സ് PPF. അത് വലിയ കുഴപ്പമില്ല. ATCയിൽ നമുക്ക് എന്ത് കിട്ടും? 1,50,000 കിട്ടും എന്നുള്ളതാണ്. സോ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ശരിക്കും മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ഡിഡക്ഷൻ ആണ്. ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് 110-23 ആയതുകൊണ്ട് അവിടെ നിന്ന് 36 months ആയിരിക്കും അതിൻ്റെ പേയ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ശരിക്കും 1, 2, 3, 4 years ഉണ്ട്. അതുകൊണ്ട് 90,000 divided by 4 are 22,500 or 25,000 whichever is less ആണ് കിട്ടുക. സോ ദ ഡിഡക്ഷൻ എത്രയായിരിക്കും? 22,500 ആയിരിക്കും. ഈ പോയിന്റാണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെയുണ്ട്? നമ്മുടെ MCQസിൽ ഉണ്ട് കേട്ടോ. ഇതങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതുതായിട്ട് ക്വസ്റ്റ്യൻ ഒന്നല്ല. അപ്പോൾ ഈ 22,500 ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക? നിങ്ങൾ അവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ATCയിൽ 1,50,000, ATDയിൽ 22,500, ടോട്ടൽ ഡിഡക്ഷൻ 1,72,500. ദ ടോട്ടൽ ഇൻകം വിൽ ബി 52,57,500. 52,57,500 അല്ലേ? ഇതല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഓപ്ഷൻ നമ്പർ 3A 52,57,500. അപ്പോൾ അവിടെ ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുമാത്രമേ ക്വസ്റ്റ്യൻ നമ്പർ 3 ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. 80Dയിൽ ഇങ്ങനെ വരുമ്പോൾ ഇയേഴ്സ് വരുമ്പോൾ അത് ഓവർലാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഡിവിഷൻ എടുക്കണം എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസ് എന്നുള്ളതാണ്. വേറെ പ്രശ്നമൊന്നും ശരിക്കും ആ ഒരു ക്വസ്റ്റ്യനിൽ ഇല്ല. നമ്മൾ ക്വസ്റ്റ്യൻ 1, 2, 3 കവർ ചെയ്തു. വലിയ കുഴപ്പമില്ലാതെ ഇരുന്നു അല്ലേ. പിന്നെ ഇനി അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 പറയുമ്പോൾ അതിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡീഫോൾട്ട് ടാക്സ് റെജിമിൽ എന്താണ് അതിൻ്റെ അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡീഫോൾട്ട് ടാക്സ് റെജിമിൽ, അതായത് 115 BACയിൽ ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ ടാക്സ് ലാബിലിറ്റി കാണാനാണ് അല്ലേ. ടാക്സ് ലാബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. നമ്മളടുത്ത ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ആൾറെഡി എടുത്തിട്ടുണ്ട്. പുതിയ ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് എടുക്കാനില്ല. ഓൺലി തിങ്സ് ഡിഫോൾട്ട് ടാക്സ് റിച്ചുമാകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ടോട്ടൽ ഇൻകത്തിൽ കൊണ്ടുവരേണ്ടതെന്നുള്ളത് നമുക്കറിയണം. സോ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇവിടെ കിട്ടും എന്നുള്ളൊരു ഡൗട്ട് പലർക്കും വന്നേക്കാം. കിട്ടും. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഫോർ ബോത്ത് ടാക്സ് റിച്ചും ഇറ്റ് ഈസ് ദർ. സോ 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇറ്റ് ഈസ് ദർ. സോ ആ ഒരു ഡൗട്ട് വേണ്ട, അത് ക്ലിയർ ആവുക എന്നുള്ളതാണ്. 2, സെക്ഷൻ 35AD ഡിഡക്ഷൻ ഡിഫോൾട്ട് ടാക്സ് റിച്ചുമിൽ ഈസ് നോട്ട് അവൈലബിൾ. അപ്പോൾ 35AD ഡിഡക്ഷൻ 60 ലക്ഷത്തിൻ്റെ ഡിഡക്ഷൻ നമ്മൾ എടുത്തല്ലോ, അത് അവൈലബിൾ ആണോ? അല്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വിട്ടുപോകാൻ സാധ്യതയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ
35 AD ഇല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡിപ്രീസിയേഷൻ കിട്ടും. 35 AD ഇല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡിപ്രീസിയേഷൻ കിട്ടും. മനസ്സിലായോടാ? സോ ഡിപ്രീസിയേഷൻ അവൈലബിൾ ആണ്. ദെൻ വെയർ ഹൗസിംഗ് ഓപ്പറേഷൻസ് എവിടുന്നാണ് തുടങ്ങുന്നത്? 1 ഡിസംബർ ആണ്. അപ്പോൾ ഡിസംബർ ലെസ് ദാൻ 180 days ആയതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ എത്ര കിട്ടുള്ളൂ? 50% കിട്ടുള്ളൂ. ആ പോയിന്റ് ഓർത്തോണം. ദെൻ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C 80D കിട്ടുമോടെ ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ? ഇല്ല. ഈ പോയിന്റ്സുകളാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഡിഫോൾട്ട് ടാക്സ് റെജിമായിട്ട് കിട്ടുമോ? കിട്ടും. 35 AD ഡിഡക്ഷൻ ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ കിട്ടുമോ? ഇല്ല. പക്ഷേ ഡെപ്രീസിയേഷൻ അലോബിൾ ആണ്. ആ ഒരു പോയിന്റ് മനസ്സിലാക്കിയിരിക്കണം. ദെൻ ഡിപ്രീസിയേഷൻ അലോബിൾ ആണെന്ന് നോക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമാണ് ഫുൾ റേറ്റ് ആണോ ഓഫ് റേറ്റ് ആണോ എന്നുള്ളത്. ഇവിടെ ഓഫ് റേറ്റ് ആണ്, കാരണം 180 days കുറവാണ്. ദെൻ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C 80D നോട്ട് അവൈലബിൾ. ഇത്രയും പോയിന്റ്സ് നമുക്ക് മനസ്സിലോട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വലിയ പ്രശ്നമൊന്നുമില്ല. ആദ്യം സാലറി 80K × 6 months, അതിന് ഡിഡക്ഷൻ നേരത്തെ എത്രയാണോ നമ്മൾ സാലറി എടുത്തത് അത് തന്നെയാണ്, വേറെ കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ ക്വസ്റ്റ്യനിൽ മുന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എത്രയാണോ എടുത്ത് അതേ സംഭവം തന്നെയാണ് ഇവിടെ. ഇനി PGBP ബിഫോർ ഡിഡക്ഷൻ നമ്മൾ എടുക്കണം. 110 lakhs ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ അറിയാം. അതിൽ നിന്ന് നമുക്ക് ഡിപ്രീസിയേഷൻ കുറക്കാം. 60 ലക്ഷം, അതായത് 90 ലക്ഷത്തിൽ 60 ലക്ഷമാണ് വെയർ ഹൗസിംഗ്. വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിൻ്റെ റേറ്റ് എത്രയാണ്? 10%. 10% 50% എന്ന് പറഞ്ഞാൽ 5% ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 60 lakhs × 5%, 3 lakhs, 107 lakhs ഡിഡക്ഷൻ ചെയ്യാൻ പറ്റും. സോറി, ആഫ്റ്റർ ദ ഡിപ്രീസിയേഷൻ, ദാറ്റ് ഈസ് ദ PGBP ഇൻകം. 35 ഡിഡക്ഷൻ ഈസ് നോട്ട് അവൈലബിൾ അണ്ടർ ഡിഫോൾട്ട് ടാക്സ് റെജിം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ടോട്ടലിംഗ് കിട്ടും 1,11,30,000 ആണ്. ഡിഡക്ഷൻ ഒന്നുമില്ല. സോ ദാറ്റ് ഈസ് ദ ടോട്ടൽ ഇൻകം. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ടാക്സ് ലാബിലിറ്റി എന്നാണ്. സോ ടാക്സ് ലാബിലിറ്റി കണ്ടുപിടിക്കണം. സോ ടാക്സ് ലാബിലിറ്റി കണ്ടുപിടിക്കാൻ അറിയണം. ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ എങ്ങനെയാണെന്നുള്ള ടാക്സ് ലാബിലിറ്റി പ്രൊവിഷൻ അറിയണം. പ്രൊവിഷൻ പോയി നോക്കുക, പ്രൊവിഷൻ പോയി പഠിക്കാൻ. പ്രൊവിഷൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സോ ടോട്ടൽ ഇൻകം എത്രയാണ്? 1,11,30,000 ആണ്. ആദ്യത്തെ 15 ലക്ഷത്തിൻ്റെ നമ്മൾ അല്ലേ 5%, 10%, 15%, 20% ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 1.5 lakhs അല്ലേ. ആദ്യത്തെ 15 ലക്ഷത്തിൻ്റെ ടാക്സ് എത്രയാണ്? 1.5 lakhs ആണ്. 15 ലക്ഷത്തിൻ്റെ മുകളിൽ എത്രയുണ്ട്? 96,30,000 ഉണ്ട്. അതിന് 30% അല്ലേ. 96 lakh × 30%. സോ നമുക്ക് 28,89,000 കിട്ടും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 30,39,000 കിട്ടും. ഇവിടെ കമ്പ്യൂട്ട് ചെയ്യണം, ഇത് ചുമ്മാ കണ്ടുകൊണ്ടിരിക്കരുത്. കാൽക്കുലേറ്റർ എടുത്ത് കമ്പ്യൂട്ട് ചെയ്യണം. 13,39,000 ആണ്. അതിൻ്റെ പുറത്ത് 1 കോടിക്ക് മേലെ ആയതുകൊണ്ട് സർചാർജ് വരും. സർചാർജ് എത്രയാണ്? 1 കോടിക്ക് മേലെയാണെങ്കിൽ 15% ആണ്. സോ 39,000 × 1.15 × 1.04 എത്ര വരും? 36, 34, 644. റൗണ്ട് ഡൗൺ ടു 34, 34, 640. ഇതാണ് നമ്മുടെ ആൻസർ. 34, 36, 34, 640 ആണ് ആൻസർ. സോ വലിയ കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്യണം? പ്രൊവിഷൻ അറിഞ്ഞിരിക്കണം അല്ലേ. ഓപ്ഷൻ സി ആണ് 36, 34, 640. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ 1, 2, 3, 4 കഴിഞ്ഞു അല്ലേ. നമുക്കിനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേസ് സിനാരിയോ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 5. ഈ MCQ കൂടെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ അടിപൊളിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 കുറച്ച് ട്രിക്ക് ക്വസ്റ്റ്യൻ ആണ്. ട്രിക്കി ക്വസ്റ്റ്യൻ അല്ല, നമുക്ക് പ്രൊവിഷൻ അറിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്താണ് ക്വസ്റ്റ്യൻ? What is the tax liability of Mr. Ganesh if he has opted out of the default tax regime? അല്ലേ, opted out എന്ന് പറഞ്ഞേട്ടെ, ശ്രദ്ധിക്കണം. ഓപ്റ്റിംഗ് അല്ല, opted ഔട്ടാ. ഓപ്റ്റഡ് ഔട്ട് എന്ന് പറയുമ്പോൾ റെഗുലർ പ്രൊവിഷനാണ്. സോ റെഗുലർ പ്രൊവിഷൻ ആകുമ്പോൾ എന്താണ് ടാക്സ് ലാബിലിറ്റി എന്നുള്ളതാണ് അല്ലേ. 2.5 lakhs വരെ ഇല്ല. ബാക്കി ഈ പ്രൊവിഷൻ നോർമൽ പ്രൊവിഷൻ ആണ്. ഇതിൽ എന്താണ് തെറ്റ് വരുത്താൻ സാധ്യത എന്ന് ഞാൻ പറയാം. ഓക്കെ, ആ തെറ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ ഒരു ട്രാപ്പിൽ നിങ്ങൾ വീണ് പോയിട്ടുണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. എന്താണ് ക്വസ്റ്റൻ? വാട്ട് ഇസ് ദ ടാക്സ് ലാബിലിറ്റി മിസ്റ്റർ ഗണേഷ് ഇഫ് ഹി ഹാസ് ഓപ്റ്റഡ് ഔട്ട് ഓഫ് ദ ഡിഫോൾട്ട് ടാക്സ് റെജീം? ടോട്ടൽ ഇൻകം തന്നിട്ടുണ്ട് 52, 57, 500 അല്ലേ. നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയേ? എവിടുന്നാണ് കിട്ടിയേ? 52, 57, 500 നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ചിട്ടില്ലേ ടോട്ടൽ ഇൻകം? 52, 57 നമ്മൾ തേർഡ് ക്വസ്റ്റ്യനിൽ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടോട്ടൽ ഇൻകം എന്നായിരുന്നു. സോ 52, 57, 500 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടാക്സാണ് കാണാൻ പറഞ്ഞത്. അതിൽ ആദ്യത്തെ 10 ലക്ഷം വരെയുള്ള ടാക്സ് നമുക്കറിയാം. ആദ്യത്തെ 2.5 ലക്ഷം വരെ ഇല്ല. 2.5 to 5, 5%. 5 to 10, 20%. സോ 1,12,500 ആണ് ആദ്യത്തെ 10 ലക്ഷത്തിന് ടാക്സ് വരിക. 10 ലക്ഷം കഴിഞ്ഞ് ബാക്കിയുള്ള 42, 57, 500 30% നമ്മൾ അപ്ലൈ ചെയ്യും. 12,77,250, 13,89,750 വരും. സർചാർജ് 50 ലക്ഷത്തിന് മുകളിലായതുകൊണ്ട് 10% വരും. സോ 13,89,750 × 1.10 × 1.04 നമുക്ക് 15,89,874 വരും. സോ റൗണ്ട് ഡൗൺ ടു 15,89,870. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ നോക്കുമ്പോൾ ആ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമ്മൾ പെട്ടെന്ന് പോയിട്ട് അതാണ് ആൻസർ എന്നങ്ങ് വിചാരിക്കും. പ്രശ്നം എന്താണ്? ഇതാണോ ആൻസർ? അല്ല. ഇത് ആൻസർ ആണോ? അല്ല.
എന്ത് ചെയ്യണം? ഇവിടെ 50 ലക്ഷത്തിന് 20 lakhsന് മുകളിലുള്ള നോർമൽ പ്രൊവിഷൻ ആകുമ്പോൾ അവിടെ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കാനുണ്ട്. എന്താ അത്? AMT. നിങ്ങൾ ഈ ട്രാപ്പിൽ വീണ് പോയിട്ടുണ്ടോ ഇല്ലയോ? ഒന്ന് കമൻറ്റ് ചെയ്യോ. ഉണ്ടോ? അപ്പോൾ ഇപ്പോൾ വീണ് പോയാൽ കുഴപ്പമൊന്നുമില്ല. എക്സാമിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ ട്രാപ്പിൽ വീണ് പോകരുത്. അവിടെ പോയിട്ട് നമ്മൾ ശരിയെന്ന് വിചാരിക്കും. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണെന്ന് വിചാരിക്കരുത്. അല്ല, ഇവിടെ AMT പ്രൊവിഷൻ കൂടെ നമ്മൾ നോക്കണം അല്ലേ? AMT പ്രൊവിഷൻസ് കൂടെ നമ്മൾ നോക്കുമ്പോൾ AMT പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 35 AD 10 ഇതൊക്കെ വരുമ്പോൾ AMT പ്രൊവിഷൻ വരും. അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കാണണം. അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകിൻ്റെ പുറത്ത് 18.5% അപ്ലൈ ചെയ്യണം, സർചാർജ് അപ്ലൈ ചെയ്യണം, സെസ് അപ്ലൈ ചെയ്യണം അല്ലേ? ഇത്രയാണ് ഏതിൽ AMT പ്രൊവിഷൻ ഉണ്ടാവുക. AMT പ്രൊവിഷൻ ക്ലിയർ അല്ലെങ്കിൽ ടെക്സ്റ്റ് പോയി വായിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ചാപ്റ്ററിലുണ്ട് AMT പ്രൊവിഷൻ. നമ്മൾ ചാപ്റ്റർ 9 അല്ലേ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് റിവിഷൻ ആടേ. നിങ്ങൾ ചാപ്റ്റർ 9 എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റു ചാപ്റ്റേഴ്സിൻ്റെ ഓട്ടോമാറ്റിക് റിവിഷൻ അവിടെ കഴിഞ്ഞു എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും പോയിട്ട് പ്രൊവിഷൻസ് വായിച്ചുകൊണ്ടിരിക്കരുത്. ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രൊവിഷൻ്റെ ക്ലാരിറ്റി കൂടും, നിങ്ങളുടെ പ്രൊവിഷൻ്റെ ബേസ് കൂടും, നിങ്ങളുടെ ഫൗണ്ടേഷൻ ക്ലിയർ ആവും. സോ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ വീണ്ടും വീണ്ടും പോയി PGBP വായിക്കുക, സാലറി വായിക്കുക, ഹൗസ് പ്രോപ്പർട്ടി വായിക്കുക, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ വലിയൊരു ഉപകാരം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ചാപ്റ്ററായ ടോട്ടൽ ഇൻകത്തിൻ്റെ ചാപ്റ്റർ, ടാക്സ് കമ്പ്യൂട്ടേഷൻ്റെ ചാപ്റ്റർ എന്തായാലും ഒരു 1-2 ടൈംസ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, കവർ ചെയ്തിരിക്കണം. ദെൻ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ബാക്കിയുള്ള പ്രൊവിഷൻസ് കവർ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ക്ലിയർ? ദെൻ RTP ചെയ്യുക, മോക്കുകൾ ചെയ്യുക. കഴിഞ്ഞ 2ൻ്റെ സജസ്റ്റ് ആൻസർ അവൈലബിൾ ആണെങ്കിൽ അതും ചെയ്യാം. ഇത്രയാണ് ടാക്സിന് നമുക്ക് ഡയറക്റ്റ് ടാക്സിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. സോ ഇവിടെ AMT പ്രൊവിഷൻ ടോട്ടൽ ഇൻകം നമുക്കറിയാം 50 to 57,500. AMTയിൽ നമ്മൾ ആദ്യം കാണുന്ന അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം ആണ്. അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കാണണമെങ്കിൽ നമ്മൾ 10AA ഡിഡക്ഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ 35 AD ഡിഡക്ഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ 35 AD ഡിഡക്ഷൻ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ LLPയുടെ അല്ല ചോദിച്ചിട്ടുള്ളത്, ഇൻഡിവിജ്വലിൻ്റെ ആണ്, ഗണേഷിൻ്റെ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, 35 AD ഡിഡക്ഷൻസ് ആഡ് ബാക്ക് ചെയ്യണം. എത്രയാണ് നമ്മുടെ ഡിഡക്ഷൻസ്? 60 ലക്ഷമാണ്. അങ്ങനെ ആഡ് ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്രീസിയേഷൻ കുറക്കാം. അപ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ 3 ലക്ഷം കുറക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു എമൗണ്ട് കിട്ടും അല്ലേ? ഈ ഒരു എമൗണ്ട് കിട്ടും അല്ലേ? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ AMTയുടെ റേറ്റ് ആയിട്ടുള്ള 18.5% അപ്ലൈ ചെയ്യുക. 18.5% അപ്ലൈ ചെയ്യുക. ദെൻ അതിൻ്റെ കൂടെ സർചാർജ് 15%, ബിക്കോസ് എത്രയാണ് അത് വന്നത്? 1 കോടിക്ക് മേലെ ആയതുകൊണ്ട് സർചാർജ് 15%, സെസ് 4% ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 24 456 കിട്ടും. 24 466 56 റൗണ്ട് ഓഫ് ചെയ്താൽ നമുക്ക് അടുത്ത നെക്സ്റ്റ് റൗണ്ട് ഓഫ് ഏതാ? 24. ഞാൻ മുന്നേ റൗണ്ട് ഡൗൺ എന്നാണ് പറഞ്ഞത്, അങ്ങനെയല്ല കേട്ടോ, റൗണ്ട് ഓഫ് എന്നാണ്. നെക്സ്റ്റ് ഏറ്റവും അടുത്ത 10 നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. 24 460 അല്ലേ? ഓപ്ഷൻ എല്ലേടാ കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ B ആണ് കറക്റ്റ്, ഓപ്ഷൻ A അല്ല. ക്ലിയർ ആണോ? സോ ഇത് അത്യാവശ്യം ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ RTPയുടെ ഇമ്പോർട്ടൻസ് ഇതാണ്. നമുക്ക് നമ്മുടെ പ്രൊവിഷനിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഈ വീഡിയോ കാണുക, ഒപ്പം നിങ്ങൾ ചെയ്തിട്ട് കാണുന്നതാണ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ലോ അല്ലേ വീഡിയോൻ്റെ എൻഡിൽ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, മാക്സിമം കുട്ടികൾക്ക് എത്തിക്കുക. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ RTP കവർ ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ കവർ ചെയ്യുക, കഴിഞ്ഞ എക്സാമിൻ്റെയൊക്കെ സജസ്റ്റഡ് ആൻസേഴ്സും കൂടെ കവർ ചെയ്ത് നോക്കുക. ടാക്സ് നമുക്ക് അടിപൊളിയായിട്ട് ജയിക്കാം.